ഹലോ ഡിയർ UPSC ആസ്പിരൻസ്, തക്ഷശില IAS അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഹിസ്റ്ററി, ആർട്ട് ആൻഡ് കൾച്ചർ എന്നീ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫെയർസിൽ വന്നിട്ടുള്ള ഒരു ടെമ്പിളിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുക. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. ന്യൂസ് എന്തായിരുന്നു എന്ന് നമുക്ക് ആദ്യമേ ഒന്ന് നോക്കാം. ഇൻ എ റീസെന്റ് സ്റ്റഡി കണ്ടക്റ്റഡ് ബൈ ദ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഫൗണ്ട് ദാറ്റ് ദ തുംഗനാഥ് ടെമ്പിൾ ഹാസ് ബീൻ ടിൽറ്റിംഗ് ഇൻ ടു ദ ഗ്രൗണ്ട് സ്ലൈറ്റ്ലി. അപ്പോൾ ഇതായിരുന്നു ഇതിനെ സംബന്ധിച്ച് വന്ന ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ തുംഗനാഥ് ടെമ്പിൾ എന്ന് പറയുന്ന ഒരു ടെമ്പിള് അത് ടിൽറ്റ് ചെയ്യുന്നു, ചരിഞ്ഞു പോകുന്നു. അതിൻ്റെ മെയിൻ ടെമ്പിള് ഏതാണ്ട് ഒരു 5 ഡിഗ്രി വരെയും ചരിവ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ടെമ്പിൾ അകത്തുള്ള ചെറിയ ചെറിയ കൺസ്ട്രക്ഷൻസിൽ പലതും 10 ഡിഗ്രി വരെയും ചരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടിയന്തരമായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതിൽ നടപടി എടുക്കണം, അതിനെ ഒരു പ്രൊട്ടക്റ്റഡ് സൈറ്റായിട്ട്, പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് പ്രൊക്ലെയിം ചെയ്യണം എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ റീസെൻ്റ്ലി വീണ്ടും ന്യൂസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തുംഗനാഥ് ടെമ്പിള് വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്നു ഹിസ്റ്ററി, ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നമുക്ക് ഇത്തവണത്തെ പ്രിലിംസിൽ ഈ തുംഗനാഥ് ടെമ്പിൾ എന്ന് പറയുന്ന ടെമ്പിൾ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആകുന്നത് ഇത് കറണ്ട് അഫെയർസിൽ റിപ്പീറ്റഡ്ലി വരുന്നത് കൊണ്ടാണ്. അപ്പം നമുക്കതിനെക്കുറിച്ച് നോക്കാം. തുംഗനാഥ് ടെമ്പിൾ ഈസ് വൺ ഓഫ് ദ ഹയസ്റ്റ് ശിവ ടെമ്പിൾ ഇൻ ദ വേൾഡ് ആൻഡ് ഈസ് ദ ഹയസ്റ്റ് ഓഫ് ദ 5 പഞ്ചകേദാർ ടെമ്പിൾസ് ലൊക്കേറ്റഡ് ഇൻ ദ രുദ്രപ്രയാഗ്. അപ്പൊ ലോകത്തിൽ തന്നെ വൺ ഓഫ് ദ ഹയസ്റ്റ് ശിവ ടെമ്പിൾ ആണ്. അപ്പം തുംഗനാഥ് ടെമ്പിൾ എന്ന് പറയുന്നത് ഒരു ശിവ ടെമ്പിൾ ആണെന്ന് മനസ്സിലാക്കുക. ലോകത്തിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ടെമ്പിൾസിൽ ഒന്നാണിതെന്ന് മനസ്സിലാക്കുക. അതിൽ തന്നെ നമ്മുടെ ഉത്തരാഖണ്ഡിലെ പർട്ടിക്കുലർലി രുദ്രപ്രയാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് സിറ്റുവേറ്റ് ചെയ്യുന്ന പഞ്ചകേദാർ ടെമ്പിൾസ് പേരിൽ തന്നെയുണ്ട്. 5 ടെമ്പിൾസ് ഉണ്ട്. അപ്പൊ ആ 5 ടെമ്പിൾസിൽ ഏറ്റവും ഹയസ്റ്റ് ശിവ ടെമ്പിളും തുംഗനാഥ് ടെമ്പിൾ തന്നെയാണ്. അപ്പോൾ തുംഗനാഥ് ടെമ്പിൾ ആണ് പഞ്ചകേദാർ ടെമ്പിൾസിലെ ഏറ്റവും ഹയസ്റ്റ് ടെമ്പിൾ എന്ന് മനസ്സിലാക്കുക. ശിവ ടെമ്പിൾ ആണ് എന്നും മനസ്സിലാക്കുക. അപ്പൊ ഇതിനെക്കുറിച്ച് മഹാഭാരതത്തിലും രാമായണത്തിലും ഒക്കെ നമ്മുടെ ഈ തുംഗനാഥ് ടെമ്പിള് അതിന്റെ അഡ്ജസന്റ് ഏരിയയും എല്ലാം മെൻഷൻ ചെയ്തു വന്നിട്ടുണ്ട്. തുംഗനാഥ് ടെമ്പിൾ അടക്കമുള്ള പഞ്ചകേദാർ ടെമ്പിൾസ് അക്കോർഡിംഗ് ടു ഹിന്ദുയിസം പഞ്ചപാണ്ഡവന്മാരാൽ നിർമ്മിക്കപ്പെട്ടതാണെന്നാണ് പറയപ്പെടുക. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ദ പാണ്ഡവാസ് വെയർ അഡ്വൈസ്ഡ് ബൈ Saint Vyasa to worship Lord Shiva for what? To forgive their sin of killing their relatives during the war of Mahabharata. അപ്പം മഹാഭാരത യുദ്ധത്തിൽ കൗരവപക്ഷത്ത് നിലകൊണ്ട, കൗരവരും പാണ്ഡവരുടെ സഹോദരങ്ങളാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ സഹോദരങ്ങളടക്കം പല റിലേറ്റീവ്സിനെയും കൊല്ലേണ്ടി വന്നു പാണ്ഡവന്മാർക്ക്. അപ്പൊ അതിന്റെ ആ പാപത്തിൽ നിന്ന് മോചനം നേടുവാൻ, ശിവനെ പ്രീതിപ്പെടുത്തുവാനായിട്ട് വ്യാസമഹർഷി പറഞ്ഞതനുസരിച്ച് ഇവര് രുദ്രപ്രയാഗിലെത്തി ഈ പറയുന്ന പഞ്ചകേദാർ ടെമ്പിൾസ് നിർമ്മിച്ചു, അവിടെ ശിവനെ വർഷിപ്പ് ചെയ്തു എന്നാണ് ഐതിഹ്യം. അപ്പൊ ഈ പഞ്ചകേദാർ ടെമ്പിൾസിലെ ഏറ്റവും ഹയസ്റ്റ് ടെമ്പിൾ ആണ് ഈ തുംഗനാഥ് ടെമ്പിൾ എന്ന് മനസ്സിലാക്കുക. അപ്പം പാണ്ഡവാസ് എന്ന് പറയുന്ന ആ ലെജൻഡറി കിങ്സുമായിട്ട് ഈ തുംഗനാഥ് ടെമ്പിളിന് കണക്ഷൻ ഉണ്ട് എന്ന കാര്യം നിങ്ങളിവിടെ ഓർക്കുക. ഇനി രാമായണത്തിലും ഈ ഏരിയ പരാമർശിക്കുന്നുണ്ട്. ഈ തുംഗനാഥ് ടെമ്പിളിന്റെ അവിടുന്ന് കുറച്ചും കൂടി ഹൈറ്റിലേക്ക് പോകുമ്പോൾ, ഇത് ആക്ച്വലി ഹിമാലയൻ പോർഷൻ ആണെന്ന് നിൽക്കറിയാം, അതുകൊണ്ടാണ് കുറച്ചും കൂടി ഹൈറ്റിലേക്ക് കയറി പോകാന്നൊക്കെ പറഞ്ഞത്. അപ്പൊ അവിടുന്ന് കുറച്ചുകൂടി ഹൈറ്റിലേക്ക് കയറി പോകുമ്പോൾ അവിടെ രാവണശില, ചന്ദ്രശില ഇങ്ങനെയെല്ലാം ഉള്ള ഏരിയാസ് ഉണ്ട്, അവിടെ ടെമ്പിൾസും ഉണ്ട്. അപ്പൊ ഈ രാവണശിലയും ചന്ദ്രശിലയും എല്ലാം രാമായണത്തില് പരാമർശിക്കുന്ന കാര്യമാണ്. ഇവിടെ പാണ്ഡവന്മാര് സഹോദരന്മാരെ കൊന്നതിൽ പശ്ചാത്തപിച്ച്, അല്ലെങ്കിൽ അതിൽ നിന്ന് ആ പാപത്തിൽ നിന്ന് മോചനം നേടാനായിട്ടാണ് പഞ്ചകേദാർ ടെമ്പിൾസ് നിർമ്മിച്ചതെങ്കിൽ ഈ രാവണശിലയും ചന്ദ്രശിലയും അവിടെയുള്ള ടെമ്പിൾസ് ലോർഡ് രാമനുമായിട്ട്, രാമായണത്തിലെ രാമനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രാവണനെ കൊന്നപ്പോൾ, രാവണൻ ഹാഫ് ബ്രാഹ്മണാണ്, ഹാഫ് ദ്രവീഡിയൻ ഹാഫ് ബ്രാഹ്മണാണ്. കാരണം രാവണന്റെ അച്ഛൻ ബ്രാഹ്മണനും അമ്മ രാക്ഷസിയുമായിരുന്നു എന്നാണ് രാമായണത്തിൽ തന്നെ പറയുക. അപ്പൊ അദ്ദേഹത്തിന് ഒരു ബ്രാഹ്മണിക്കൽ ഒറിജിൻ ആണ് രാവണനും. അപ്പൊ ഒരു ബ്രാഹ്മണ പാപം ചെയ്തു എന്നുള്ള ഒരു ഭയത്തിൽ രാമൻ ലോർഡ് ശിവയെ പ്രീതിപ്പെടുത്താനായിട്ട്, അവിടെയും പാപപരിഹാരത്തിന് വേണ്ടിയിട്ട് ലോർഡ് ശിവനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ പറയുന്ന രാവണശിലയും ചന്ദ്രശിലയും ഒക്കെ ഉണ്ടായതെന്നാണ് ഐതിഹ്യം.
അപ്പോൾ ഈ പറയുന്ന ഏരിയാസ് എല്ലാം, രുദ്രപ്രയാഗിലുള്ള ഏരിയാസ് എല്ലാം ശിവ ടെമ്പിൾസ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ലെജൻഡറി രാമനുമായിട്ടും അല്ലെങ്കിൽ പാണ്ഡവാസും ഒക്കെ ആയിട്ട് ഇവിടെയുള്ള കണക്ഷനെ കുറിച്ച് കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി ജോഗ്രഫിക്കലി നോക്കുമ്പോൾ തുംഗനാഥ് ഈസ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ റിഡ്ജ്. ഒരു റിഡ്ജിന്റെ ടോപ്പ് പോർഷൻ ആണ് തുംഗനാഥ് എന്ന് പറയുന്നത്. അപ്പൊ ടെമ്പിൾ ഇരിക്കുന്ന ഏരിയ ഹിമാലയൻ ഏരിയ ആണ്. അപ്പോൾ ഒരു വലിയ റിഡ്ജിന്റെ ടോപ്പ് ഏരിയ ആണ് തുംഗനാഥ് എന്ന് പറയുന്നത്. ദാറ്റ് റിഡ്ജ് ഡിവൈഡിങ് ദ വാട്ടേഴ്സ് ഓഫ് ദ മന്ദാകിനി റിവർ ഫ്രം ദോസ് ഓഫ് അളകനന്ദ റിവർ. അപ്പൊ മന്ദാകിനി റിവറിനെയും അളകനന്ദ റിവറിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന, ഡിവൈഡ് ചെയ്യുന്ന ഒരു റിഡ്ജ് ഉണ്ട്. ആ റിഡ്ജിന്റെ ടോപ്പ് പോർഷൻ ആണ് നമ്മുടെ തുംഗനാഥ് എന്ന് പറയുക. അവിടെയാണ് തുംഗനാഥ് ടെമ്പിൾ സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആക്ച്വലി തുംഗനാഥ് ടെമ്പിൾ സിറ്റുവേറ്റ് ചെയ്യുന്ന ഹിമാലയൻ പോർഷൻ ഒരു റിഡ്ജ് ആണെന്ന് മനസ്സിലാക്കുക. അതായത് രണ്ട് വാട്ടർ ബോഡീസിനെ, അളകനന്ദയെയും മന്ദാകിനി റിവറിനെയും തമ്മിൽ ഡിവൈഡ് ചെയ്യുന്ന ഒരു റിഡ്ജ് ആണ് ഇതെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അളകനന്ദ റിവറിനെ കുറിച്ച് മനസ്സിലാക്കുക. അളകനന്ദ റിവർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടർബുലന്റ് ഹിമാലയൻ റിവർ ആൻഡ് വൺ ഓഫ് ദ 2 ഹെഡ് സ്ട്രീംസ് ഓഫ് ഗാഞ്ചസ്. നമുക്കറിയാം ഗംഗാ നദി ഉത്ഭവിക്കുന്നത് 2 നദികൾ ചേർന്നിട്ടാണ്. നമ്മൾ പറയുമ്പോൾ ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്നാണ് ഗംഗ എന്ന് പറയും. പക്ഷെ ഗംഗയ്ക്ക് ഗംഗാ നദി ആകുന്നതിന് മുമ്പ് 2 മെയിൻ സ്ട്രീംസ് ഉണ്ട്, അല്ലെങ്കിൽ 2 ഹെഡ് സ്ട്രീംസ് ഉണ്ട്. ഒന്ന് അളകനന്ദയും മറ്റൊന്ന് ഭഗീരഥിയുമാണ്. അപ്പൊ ഭഗീരഥിയും അളകനന്ദയും കൂടി ചേർന്നിട്ടാണ് ഗംഗയായിട്ട് മാറുന്നതെന്ന് നിങ്ങൾ ജോഗ്രഫിയിൽ പഠിച്ചിട്ടുണ്ട്. ഇനി ഇവിടുത്തെ വേറൊരു പ്രത്യേകത, റിയാലിറ്റിയും മിത്തോളജിയും തമ്മിലുള്ള വ്യത്യാസമാണ് ഇനി പറയുന്നത്. ഇൻ ഹൈഡ്രോളജി എന്ന് പറഞ്ഞാൽ സയന്റിഫിക് സ്റ്റഡി ഓഫ് വാട്ടർ തന്നെയാണ് ഹൈഡ്രോളജി. ദ അളകനന്ദ ഈസ് കൺസിഡേർഡ് ദ സോഴ്സ് സ്ട്രീം ഓഫ് ഗാഞ്ചസ്. അപ്പോൾ ഗാഞ്ചസിന്റെ ഏറ്റവും വലിയ സോഴ്സ് സ്ട്രീം ആയിട്ട് ഹൈഡ്രോളജി പ്രകാരം പറയുന്ന അളകനന്ദയാണ്. ഓൺ അക്കൗണ്ട് ഓഫ് ദ ഗ്രേറ്റർ ലെങ്ത് ആൻഡ് ഡിസ്ചാർജ്, അതിന്റെ കൂടുതൽ നീളവും അതിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന വാട്ടറിന്റെ അളവ് കൂടുതലുമാണ് അതിനെ ഹെഡ് സ്ട്രീം ആക്കി മാറ്റുന്നത്. വൈൽ ഇൻ ഹിന്ദു ട്രഡീഷൻ ആൻഡ് കൾച്ചർ ദ അതർ ഹെഡ് സ്ട്രീം ദ ഭഗീരഥി ഈസ് കൺസിഡേർഡ് ദ സോഴ്സ് സ്ട്രീം. അപ്പോൾ ഹിന്ദു മിത്തോളജി പ്രകാരം ഭഗീരഥിയാണ് സോഴ്സ് സ്ട്രീം എങ്കിലും ഹൈഡ്രോളജി പ്രകാരം നോക്കുമ്പോൾ, അല്ലെങ്കിൽ ജോഗ്രഫിയിൽ നമ്മൾ പഠിക്കുമ്പോൾ അളകനന്ദയാണ് ഗംഗാ നദിയുടെ മെയിൻ സോഴ്സ് സ്ട്രീം ആയിട്ട് വരിക. അപ്പൊ 2 ഹെഡ് സ്ട്രീംസ് ഉള്ളതിൽ മെയിൻ സോഴ്സ് സ്ട്രീം എന്ന് പറയുന്നത് അളകനന്ദ തന്നെയാണെന്ന് മനസ്സിലാക്കുക. ഇനി മന്ദാകിനി റിവർ എന്ന് പറയുന്നത് അളകനന്ദയുടെ ട്രിബ്യൂട്ടറി ആണ്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടിരുന്നു തുംഗനാഥ് എന്ന് പറയുന്ന ഒരു റിഡ്ജിന്റെ ടോപ്പ് പോർഷൻ ആണ്. ആ റിഡ്ജ് എന്തിനെ വേർതിരിക്കുന്നത് എന്ന് പറഞ്ഞു, അളകനന്ദയെയും മന്ദാകിനി റിവറിനെയും. ഇതിൽ മന്ദാകിനി റിവർ എന്ന് പറയുന്നത് അളകനന്ദയുടെ ട്രിബ്യൂട്ടറി ആണ്. അളകനന്ദ എന്ന് പറയുന്നത് ഗംഗയുടെ മെയിൻ സോഴ്സ് സ്ട്രീം ആണ്, അല്ലെങ്കിൽ വൺ ഓഫ് ദ ഹെഡ് സ്ട്രീം ആണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മൾ ഹിസ്റ്ററിയും ആർട്ട് ആൻഡ് കൾച്ചറും പഠിക്കുന്നതിനോടൊപ്പം തന്നെ ജോഗ്രഫിയുമായിട്ടുള്ള ഇതിന്റെ കണക്ഷനും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ ചോദ്യം ഇടുന്ന വ്യക്തി ഈ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആർട്ട് ആൻഡ് കൾച്ചറുമായി ബന്ധപ്പെടുത്താവുന്ന ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് കണക്ട് ചെയ്ത് മിക്കവാറും ചിലപ്പോൾ പോകുന്നത് ജോഗ്രഫിയിലേക്കായിരിക്കും. അപ്പൊ ജോഗ്രഫി ബേസ് ചെയ്ത് വാട്ടർ ബോഡീസ്, അളകനന്ദയോ ഭഗീരഥിയോ ഗാഞ്ചസോ അല്ലെങ്കിൽ മന്ദാകിനി റിവറോ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കീപ് ഗോയിങ്. പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ നമുക്ക് കാണാം. താങ്ക് യു. തക്ഷശില IAS അക്കാദമി. ആസ്പയർ, എൻറോൾ, അച്ചീവ്.